കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 13, 54 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു സ്വദേശത്ത് വന്ന് അവരുടെ സിനഗോഗിൽ പഠിപ്പിച്ചു. അവർ വിസ്മയഭരിതരായി ചോദിച്ചു, ഇവൻ ഈ ജ്ഞാനവും ശക്തിയും എവിടെ നിന്ന്? ഇവനകത്ത് അച്ഛൻ്റെ മകനല്ലേ? മറിയമല്ലേ ഇവൻ്റെ അമ്മ? യാക്കോബ്, ജോസഫ്, ശിമയോൻ, യൂദാസ് എന്നിവരല്ലേ ഇവൻ്റെ സഹോദരന്മാർ? ഇവൻ്റെ സഹോദരിമാരെല്ലാം നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ. പിന്നെ ഇവന് ഇതെല്ലാം എവിടെ നിന്ന്? അവർക്ക് അവനിൽ ഇടർച്ചയുണ്ടായി. യേശു അവരോട് പറഞ്ഞു, പ്രവാചകൻ സ്വദേശത്തും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും അപമതിക്കപ്പെടുന്നില്ല. അവരുടെ അവിശ്വാസ നിമിത്തം അവൻ അവിടെ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, മാർച്ച് 19 നമുക്കറിയാം, വിശുദ്ധ യൗസേപ്പിനെ പ്രത്യേകം നമ്മൾ അനുസ്മരിക്കുന്ന, യൗസേപ്പിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. അതോടൊപ്പം മെയ് 1 മെയ് ദിനം എന്ന് പറയുമ്പോൾ തൊഴിലാളി ദിനം. വിശുദ്ധ യൗസേപ്പിനെ തൊഴിലാളികളുടെ മധ്യസ്ഥനായിട്ട് സഭ ഇത് അംഗീകരിച്ച് അവതരിപ്പിച്ചത് ഒരു ദിവസമാണ് മെയ് ദിനം. ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് ഇന്നത്തെ വായനകളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം തൊഴിലിൻ്റെ മാഹാത്മ്യം. ഞാനിന്ന് ആത്മീയ ഭോജ്യത്തിൽ 8 കാര്യങ്ങൾ യൗസേപ്പിൽ നിന്നും പഠിക്കാവുന്ന കാര്യങ്ങൾ പഠിച്ചാൽ അവരുടെ ജീവിതത്തിൽ സാധ്യമാകുന്നത് കർത്താവിൻ്റെ കൂടെ വസിക്കാൻ പറ്റും. യൗസേപ്പ് അപ്രകാരം ജീവിച്ചൊരു വ്യക്തിയാണ്, ദൈവത്തോടുകൂടെ വസിച്ചൊരു വ്യക്തി. ജോസഫിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമ്മൾ പറയാറുണ്ട് ഉറങ്ങിക്കിടക്കുന്ന യൗസേപ്പ്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഉറക്കം പോലും പ്രാർത്ഥനയാക്കി മാറ്റിയ യൗസേപ്പ്. ഒന്ന് ഉറങ്ങിക്കിടക്കുന്ന യൗസേപ്പ്. ശരിക്കും പിതാവായ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ഈ ഭൂമിയിൽ ജീവിച്ച ഒരു പിതാവെന്ന് യൗസേപ്പിനെ നമുക്ക് കാണാൻ പറ്റും. ശാന്തനായി കിടന്ന് ഉറങ്ങുന്ന യൗസേപ്പ്. എന്താ കാരണം? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം യൗസേപ്പിൻ്റെ ജീവിതത്തിൽ നിറവേറി. നീതിപൂർവ്വം ജീവിച്ച വ്യക്തി, നീതിമാനായി ജീവിച്ച വ്യക്തി. ഇതാണ് സുവിശേഷങ്ങൾ പോലെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം. ഞാൻ നീതിബോധം വിടാതെ ജീവിച്ചതുകൊണ്ട് ശാന്തമായിട്ട് കിടന്നുറങ്ങുന്ന അവസ്ഥ. ഒത്തിരി പേരുടെ പ്രശ്നം ഉറക്കമില്ലായ്മയാണ്. അവർക്ക് ഉറങ്ങണമെന്നുണ്ട്, സുഖനിദ്ര കിട്ടുന്നില്ല. ചെറുതായിട്ടൊന്ന് എഴുന്നേറ്റാൽ പിന്നെ ഉറങ്ങാൻ പറ്റത്തില്ല. ചെറിയൊരു ശബ്ദം കേട്ടാൽ പിന്നെ ഉറങ്ങാൻ പറ്റത്തില്ല. എന്തെല്ലാം പ്രശ്നങ്ങളാണ്. സങ്കീർത്തനം 3, 5-ാമത്തെ വചനം ഇടയ്ക്കിടയ്ക്ക് വായിച്ച് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുന്നത് നല്ലതാണ്. സങ്കീർത്തകൻ ഇതുപോലെ ജീവിച്ചതുകൊണ്ട് സങ്കീർത്തകൻ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ശാന്തമായിട്ട് കിടന്നുറങ്ങും, ഞാൻ നല്ല ഉന്മേഷത്തോടെ ഉണർന്നെഴുന്നേൽക്കും. എന്താ കാരണം? ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. നമ്മുടെ ജീവിതം ക്ലിയറാണെങ്കിൽ, അതുപോലെ തന്നെ നമുക്ക് ദൈവവിചാരത്തോടുകൂടി ജീവിക്കാൻ പറ്റിയാൽ ഇതുപോലെയൊക്കെ നമുക്ക് ഉറങ്ങാൻ പറ്റും, ഉന്മേഷത്തോടെ ഉണർന്നെഴുന്നേക്കാൻ പറ്റും. രാവിലെയൊക്കെ എഴുന്നേക്കാൻ ഓരോരുത്തർക്കൊക്കെ എന്തൊരു പാടാണ്. ഒരുപക്ഷെ നമ്മുടെ മക്കളെ നമ്മൾ പല പ്രാവശ്യം നോക്കിയിട്ടുണ്ട്, അതിരാവിലെ ഒന്ന് എഴുന്നേൽപ്പിക്കാൻ എന്തൊരു പാടാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ജീവിക്കേണ്ടതുപോലെ കറതീർന്ന ഒരു ക്രിസ്തീയ ജീവിതം നമ്മൾ നയിച്ചു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ പരിപാലിക്കുന്ന അനുഭവത്തിൽ നമുക്ക് ഈ ശാന്തത, സ്വസ്ഥത, സുഖനിദ്ര, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും. മറ്റൊരു കാര്യം യൗസേപ്പിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. യൗസേപ്പിന് ഉറക്കം പോലും പ്രാർത്ഥനയായിരുന്നു. കാരണം അവന് സന്ദേശങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നു. അതനുസരിച്ച് നീ ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക, അവിടുന്ന് തിരിച്ചു വരിക, ഇങ്ങനെയുള്ള ഓരോ സന്ദേശവും അവൻ്റെ ഉറക്കത്തിൽ അവന് കിട്ടിക്കൊണ്ടിരിക്കുക. നമ്മൾ പ്രാർത്ഥിക്കാനിരുന്നാൽ നമ്മൾ ഉറങ്ങിപ്പോകും. പക്ഷേ യൗസേപ്പിന് ഉറക്കം പോലും ഒരു പ്രാർത്ഥനയായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിന് വലിയ ക്ഷീണമോ തളർച്ചയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഒന്നുമില്ലായിരുന്നു. ഇതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഈ വിശുദ്ധനിൽ നിന്നും പഠിക്കുകയാണെങ്കിൽ നമുക്ക് കർത്താവിൻ്റെ കൂടെ വസിക്കാൻ അത് നമ്മെ സഹായിക്കും എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. യൗസേപ്പിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളെങ്കിലും ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് അത് ജീവിക്കാൻ പരിശ്രമിക്കുന്നത് നല്ലതാണ്. അധ്വാനശീലൻ. നമ്മൾ കണ്ടോ മത്തായിയുടെ സുവിശേഷം
തച്ചൻ്റെ മകനെന്നാണ് യേശുവിനെ വിളിച്ചത്. മർക്കോസ് 6:3 വായിച്ചാൽ അവൻ തച്ചനല്ലേ, മരപ്പണിക്കാരനല്ലേ. നമ്മളാണ് തൊഴിലിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വൈറ്റ് കോളർ ജോബ്, തോട്ടിപ്പണി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വേർതിരിച്ച് കാണും. വൈറ്റ് കോളർ ജോബ് എല്ലാവർക്കും ഇഷ്ടമാണ്. മറ്റേ ഇച്ചിരി താഴ്ന്ന രീതിയിലുള്ള ജോലികളോ കാര്യങ്ങളോ. പക്ഷെ കർത്താവ് തൊഴിലിനും ആഹാത്മ്യം നൽകിയപ്പോൾ 1-2 തൊഴിലിനല്ല, ഏതു തൊഴിലിനും. അത് വചനം വ്യക്തമാക്കുന്നുണ്ട്. പ്രഭാഷകൻ 31:22 വായിച്ചാൽ ഏത് ജോലിയും ഉത്സാഹത്തോടെ ചെയ്യുക, എങ്കിൽ രോഗം നിന്നെ പിടികൂടത്തില്ല. ഈ കാര്യം ശ്രദ്ധിക്കാത്തതുകൊണ്ടല്ലേ ഇന്ന് അടുത്തൂടെ പോണ രോഗം പോലും നമ്മൾ ക്ഷണിച്ചു വരുത്തുന്നത്. ഏത് ജോലിയും എന്തുമായിക്കോട്ടെ, ദൈവമേൽപ്പിക്കുന്ന ഏത് ജോലിക്കും അതിൻ്റേതായിട്ടുള്ള മാഹാത്മ്യമുണ്ട്. അവിടെ വൈറ്റ് കോളർ ജോബെന്നോ തോട്ടിപ്പണിയെന്നോ വ്യത്യാസമില്ല. ഏത് ജോലിയും ഉത്സാഹത്തോടെ ചെയ്യുക. അങ്ങനെയുള്ളവർക്ക് സുഖനിദ്ര ലഭിക്കും. അങ്ങനെയുള്ളവരെ രോഗം പിടികൂടില്ല എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അനുസരണത്തിന് വലിയ മാതൃകയായി മാറിയ ഒരു വ്യക്തിയാണ് ജോസഫ്. അനുസരണം. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, അനുതാപത്തിന് മാതൃകയായി മാറിയ ഒരു വ്യക്തിയാണ് ജോസഫ്. നമുക്കൊക്കെ നമ്മളെല്ലാവരും പാപികളാണ്, പക്ഷേ അനുതപിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. പാപത്തിൻ്റെ വലിപ്പത്തേക്കാൾ അനുതാപത്തിൻ്റെ വലിപ്പം, അതാണ് ദൈവം നോക്കുക. വിശുദ്ധ വാൾത്തോർത്തായുടെ പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. യൗസേപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഒരിക്കൽ യൗസേപ്പിൻ്റെ കണ്ണ് നിറഞ്ഞ് പാത്രത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് പോലെ കണ്ണുനീര് നിറഞ്ഞു. എന്നിട്ട് ആ കണ്ണുനീര് ഇത് കവിളിലൂടെ ഒഴുകി താടിയിലൂടെ താഴേക്ക് വീഴുന്ന ഒരു രംഗം. എന്നിട്ട് യൗസേപ്പ് ചെയ്തൊരു കാര്യം, പോയി മറിയത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി. എന്നിട്ട് പറഞ്ഞൊരു കാര്യം, ഒരു നിമിഷം ഞാൻ നിന്നെ ഒന്ന് തെറ്റിദ്ധരിക്കാൻ ഇടവന്നെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഇന്ന് ഇതിനേക്കാളൊക്കെ വലിയ തെറ്റുകൾ ജീവിത പങ്കാളിയോട് ചെയ്തിട്ട് ഒരു മാപ്പ് പറയാനായിട്ട് വിസമ്മതിക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റും. അതിന് അനുതാപം വേണം. ഈ വ്യക്തിയുടെ, ഈ വിശുദ്ധൻ്റെ അനുതാപം മൂലമാണ് ഭാര്യയുടെ മുമ്പിൽ പോലും മുട്ടുകുത്തിയിട്ട് എനിക്ക് തെറ്റുപറ്റി, എനിക്ക് മാപ്പ് തരണം എന്ന് പറയാനായിട്ട് സാധിച്ചത്. ഇങ്ങനെയുള്ള വിശിഷ്ടമായ കാര്യങ്ങൾ, ഒത്തിരിയേറെ കാര്യങ്ങൾ വിശുദ്ധ യൗസേപ്പിൻ്റെ ജീവിതത്തിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഈ വിശുദ്ധനെ അനുകരിക്കുന്നവരായി മാറിയാൽ, വിശുദ്ധനിൽ നിന്നും പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചാൽ ദൈവത്തിൻ്റെ കൂടെ വസിക്കാൻ പറ്റും. യൗസേപ്പിൻ്റെ ഒരു കാര്യം, കർത്താവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഭാഗ്യമരണം യേശുവിൻ്റെ സാന്നിധ്യത്തിലും മറിയത്തിൻ്റെ സാന്നിധ്യത്തിലും ഭാഗ്യമരണം വരിച്ച ഒരു വ്യക്തിയാണ് യൗസേപ്പ്. വേറെ ആർക്കാ ഇത്രയും വലിയൊരു ഭാഗ്യം കിട്ടുക? യേശുവിൻ്റെയും മറിയത്തിൻ്റെയും സാന്നിധ്യത്തിൽ ശാന്തനായിട്ട് മരണത്തിലേക്ക് പോയ ഒരു വ്യക്തി. ഈ വിശുദ്ധനെ നമുക്ക് സ്നേഹിക്കാം. ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം നമുക്ക് തേടാം. ഈ വിശുദ്ധൻ്റെ ജീവിതം അനുകരിക്കാൻ നമുക്ക് ആഗ്രഹിക്കുകയും അതിനായിട്ടുള്ളൊരു പരിശ്രമം നടത്തുകയും ചെയ്യാം. നമുക്കും ദൈവത്തോടുകൂടെ വസിച്ച് സ്വർഗത്തിലെത്താൻ പറ്റും. അതിനുള്ള ആ ഒരു ഭാഗ്യമരണം വരിക്കാൻ നമുക്കും സാധിക്കുമെന്നുള്ള ആ ഒരു ബോധ്യത്തോടെ ഈ ഒരു കൃപയ്ക്ക് വേണ്ടി ഈ ബലിയിൽ ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.